സോ അതുകൊണ്ടാണ് ചില ആളുകളുടെ വിഷമങ്ങൾ നമുക്കൊന്നും അല്ലാത്തതായിട്ടോ ഷോ ആയിട്ടോ ഒക്കെ തോന്നുന്നത്. നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടാൽ നമ്മളിൽ പലർക്കും അതൊരു ഷോ ആയിട്ടായിരിക്കും തോന്നുക. പക്ഷെ അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റൊരാൾക്ക് അതൊരിക്കലും ഒരു ഷോ ആയിട്ട് തോന്നില്ല. ഇതിന്റെ കാരണം നമുക്ക് ഐസ്ബർഗ് തിയറി വെച്ചിട്ട് മനസ്സിലാക്കാം. ഒരു മഞ്ഞുമലയുടെ ടോപ്പ് പോർഷൻ മാത്രമേ നമുക്ക് പുറമേ കാണാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊരു കാര്യത്തിന്റെയും വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളുടെ കണ്ണിന് മുമ്പിൽ വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ആൻഡ് ഈ മുന്നിൽ കാണുന്ന റിസൾട്ടിന്റെ പിന്നിൽ നമുക്കറിയാത്ത ഒരുപാട് അധ്വാനവും ഡിസിപ്ലിനും പഠനവും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ട്. റിസൾട്ട് മാത്രം നോക്കുന്നവർക്ക് അത് മനസ്സിലായില്ല. അവർക്ക് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആ വെള്ളത്തിന് താഴെയുള്ള എഫേർട്സ് നല്ലപോലെ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് പഠനത്തിൽ മാത്രമല്ല, ഡ്രൈവിങ്, ഡ്രോയിങ്, ഡാൻസിങ്, സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു സിംഗിൾ ആക്ഷനായിട്ട് കാണുന്നതിന് പകരം പല ചെറിയ ചെറിയ സ്കിൽസിന്റെ ഒരു കൂട്ടമായിട്ട് കാണാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത കാര്യങ്ങളിൽ പോലും എക്സ്പേർട്സിന് അതിന്റെ ഗുണനിലവാരവും അതിൻ്റെതായിട്ടുള്ള എഫേർട്സും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് അവരുടെ അനുഭവ സമ്പത്ത് നൽകുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയാണ്. പക്ഷേ ഇത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഏത് കാര്യവും വളരെ എളുപ്പമാണെന്നോ ഭാഗ്യം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ വെറും ഷോ ആണെന്നൊക്കെ മാത്രമേ തോന്നുള്ളൂ. ഇവിടെയാണ് ആൽവിൻ ഗോൾഡ്മാന്റെ സിമുലേഷൻ തിയറി പ്രസക്തമാകുന്നത്. വെറും യുക്തി കൊണ്ട് മാത്രമല്ല നമ്മൾ മറ്റൊരാളെയോ അവരുടെ മനസ്സിനെയോ മനസ്സിലാക്കുന്നത്, അവരുടെ അവസ്ഥ നമ്മളുടെ മനസ്സിൽ സിമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സങ്കല്പിച്ച് നോക്കിക്കൂടി കൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ സങ്കല്പിക്കണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവ് വേണം. നമ്മൾ ഒരിക്കൽ പോലും നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുകയോ വണ്ടി ഓടിക്കുകയോ ചിത്രം വരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി വരുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്സിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വെറുതെ ഇമാജിൻ ചെയ്യാമെന്നല്ലാതെ ഒരു അനുഭവത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ്റൊരാളുടെ വിഷമം നമുക്ക് ഷോ ആയിട്ട് തോന്നാനുള്ള കാരണം നമ്മളുടെ അനുഭവക്കുറവ് കൊണ്ടാണ്.